ന്യൂസ് ട്രെൻഡ്സിന് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്കാണ്. ഈരാറ്റുപേട്ടയിലെ വോട്ടുകൾ ആർക്ക് എന്നത് നിർണായകമാകാൻ പോകുന്ന പൂഞ്ഞാറിലേക്ക്. വോട്ടുകളിൽ ഭൂരിഭാഗവും തങ്ങൾക്ക്. LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കൊളത്തെങ്കിലും UDF സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യനും ഇതേ രീതിയിലുള്ള ഞങ്ങൾക്കാണ് ഏറ്റവും മുൻതൂക്കം എന്ന് അവകാശപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 50% വോട്ടുകൾ തനിക്ക് ലഭിക്കും എന്നാണ് BJP സ്ഥാനാർത്ഥി PC ജോർജിന്റെ അവകാശവാദം. ജോർജ് 4ാം സ്ഥാനത്തെത്തുമെന്ന് MJ സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ 2ാം സ്ഥാനം നൽകാൻ സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ തയ്യാറായി എന്നതാണ് അവിടുത്തെ ഒരു ചിത്രം. 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കും എന്നാണ് PC ജോർജിന്റെ അവകാശം. കേരളത്തിൽ തീപാറുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൂഞ്ഞാർ. പൂഞ്ഞാർ ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന PC ജോർജിനെ അട്ടിമറിച്ച് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ കഴിഞ്ഞ തവണ മണ്ഡലം പിടിച്ചെടുത്തു. ഇത്തവണ വീണ്ടും തന്റെ കൈയിലേക്ക് ഒതുക്കാൻ PC ജോർജ് കളത്തിലുണ്ട്. 3ാം സ്ഥാനത്ത് നിന്നും 1ാമതെത്താൻ കോൺഗ്രസും MJ സെബാസ്റ്റ്യനിലൂടെ ശ്രമിക്കുന്നു. പൂഞ്ഞാറിൽ എന്താണ് സംഭവിക്കുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ കർമ്മനിരതനായ ചുറുചുറുക്കുള്ള മിടുമിടുക്കനായ സാരഥി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ പാതയോരങ്ങളിൽ തന്നെ കാത്തു നിൽക്കുന്ന തന്റെ മാതാപിതാക്കളെ നേരിൽ കാണുവാൻ. പൂഞ്ഞാറിന്റെ പൾസ് എന്തെന്ന് അറിയാൻ നമ്മൾ ആദ്യം എത്തുന്നത് പൂഞ്ഞാറിന്റെ ഇപ്പോഴത്തെ MLA കൂടിയായ സെബാസ്റ്റ്യൻ കൊളത്തിങ്കലിനൊപ്പമാണ്. അദ്ദേഹം തിടനാട് പഞ്ചായത്തിൽ കൂടി തന്റെ പര്യടനം തുടരുകയാണ്. ഇത്തവണ എങ്ങനെയാണ് കാര്യങ്ങൾ? തികഞ്ഞ വിജയപ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെല്ലായിടത്തും വലിയ സ്വീകരണമാണ് നൽകുന്നത്. മുൻപ് LDFന് കാര്യമായ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ പോലും ജനങ്ങൾ ഉത്സാഹപൂർവ്വം വരവേൽക്കാൻ എത്തുന്ന ഒരു സമീപനമാണ് പൊതുവിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇരട്ടി ആത്മവിശ്വാസത്തോടെയും നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പുറത്ത് വ്യാപാരനല്ലെങ്കിൽ പോലും മറ്റൊരു സെബാസ്റ്റ്യൻ UDF സ്ഥാനാർത്ഥിയായി വരുന്നു. UDF ആണെങ്കിലും സംസ്ഥാനത്തൊട്ടാകെ വലിയ വിജയപ്രതീക്ഷയുണ്ട്. ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ച് UDFന്റെ എന്ത്? ഞാനൊരു മറ്റു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് എന്നുള്ള നിലയിൽ അല്ലെങ്കിലും പേരുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സജി ജോസഫ് എന്നാണ്. അങ്ങനെയാണ് അറിയാം, സജി തലപ്പലമൊന്നും സജി ജോസഫ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എന്ന് തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് സംശയമുണ്ടോ? എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു UDF ഇത്തവണ പൂഞ്ഞാറിലൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ? എന്താണ്? ഒരു നിലയിലും ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല. കഴിഞ്ഞ തവണത്തെ അതേ നില തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ UDFന് 3ാം സ്ഥാനമായിരുന്നു. ഇത്തവണയും അതേ നില തന്നെ തുടരുമെന്നുള്ളതാണ്. ഇത് PC ജോർജുമായിട്ടാണ് ഫൈറ്റ് വരുന്നത്. ഇപ്പോ കാണുന്ന ഒരു ടെമ്പോ അങ്ങനെയാണ്. എന്താണ് UDF അങ്ങനെ പിന്നിലോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് UDF പിന്നിലോട്ട് പോകുന്നത്? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ തന്റെ വോട്ടർമാരെ നേരിൽ കാണുവാൻ, വികസന പ്രവർത്തനങ്ങൾ വളരെയേറെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ UDFനെ പിന്തുണച്ചിരുന്ന പല ജനവിഭാഗങ്ങളും LDFിലേക്ക് വന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക സാഹചര്യം. പൂഞ്ഞാർ പഞ്ചായത്തിലൂടെ UDF സ്ഥാനാർത്ഥി MJ സെബാസ്റ്റ്യൻ തന്റെ പര്യടനം തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് കരുതുന്നു. നിലവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാമതിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എങ്ങനെയാണ് ഇത്തവണ 1ാമതെത്തുക? എന്താണ് അതിന്റെ ഒരു തന്ത്രം? കോൺഗ്രസ് 1ാമതെത്തുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണി 1ാമതെത്തുന്നത് ഓരോ കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ കാലാവസ്ഥ പൂർണ്ണമായി വ്യത്യസ്തമാണ്. അതിന്റെ കാരണം ഈ നിയോജക മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 16,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. ഇതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് 9 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 7 പഞ്ചായത്തുകൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നു. അത് തന്നെ അറിയാം. അത് തന്നെ അറിയാം നമുക്ക് ഐക്യ ജനാധിപത്യത്തിന്റെ കോട്ടയാണ് എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമാണ് അത്രയും പുറകിപ്പോയത്. താങ്കള് 3ാമത് പോകുമെന്നാണ് സെബാസ്റ്റ്യൻ കൊളത്തിങ്കൽ പറയുന്നത്. താങ്കൾ 3ാമതാകും? അത് സെബാസ്റ്റ്യൻ കൊളത്തിങ്കലിന്റെ സ്വപ്നമാണ്. ഈ മണ്ണിൽ പൂഞ്ഞാറിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. പുറത്തുനിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. മാത്രമല്ല
ചെറുപ്പകാലം തൊട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കന്റെ വോട്ട് ആശയമില്ലാതെ ആശയത്തിന് വേണ്ടി കാലുമാറി കളിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളല്ല ഞാൻ. അതുകൊണ്ട് കൃത്യമായി ജനം എന്നെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യും. ഈ വേറൊരു ചോദ്യം, ഈ സജി തലപ്പലം എങ്ങനെയാണ് MJ സെബാസ്റ്റ്യനായത്? കാരണം അദ്ദേഹത്തിന്റെ പേരും സെബാസ്റ്റ്യനാണ്. അതേ പേര് കൊണ്ടുവന്ന് ഒരു മത്സരത്തിന് കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ജനിച്ചപ്പോൾ വിട്ട് എങ്ങനെയാ പേര് മാറുന്നത്? അയാളുടെ മത്സരത്തിന് കൊണ്ടുവന്ന് അതിൽ മറ്റൊരു ഇതൊന്നും ഇല്ല. താങ്കളെ സജി തലപ്പലം എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നാട്ടിൽ വിളിക്കുന്ന പേര് സജിയാന്നുള്ളത്. ഈ PC ജോർജിന്റെ ഒരു സ്ഥാനം എന്തായിരിക്കും? അദ്ദേഹം മുൻ MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം 3-മോ 4-മോ ആയിരിക്കും. എന്തായാലും എത്ര ഭൂരിപക്ഷം താങ്കൾ പ്രതീക്ഷിക്കുന്നു? 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഒരു കാരണവശാലും യാതൊരു മാറ്റവും വരികയില്ല. അത് നിങ്ങൾ ഈ വോട്ട് എണ്ണി കഴിയുമ്പോൾ എന്നോട് ചോദിച്ചു. എന്തായാലും അതാണ് MJ സെബാസ്റ്റ്യന്റെ പ്രതീക്ഷ. ഇത്തവണ പൂഞ്ഞാർ തിരിച്ചു പിടിക്കും. 15,000-ൽ പരം വോട്ടുകളുടെ ലീഡ് ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇനി PC ജോർജിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. PC ജോർജ് കോരുത്തോട് പഞ്ചായത്തിലൂടെ തന്റെ പര്യടനം തുടരുകയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇത്തവണ? കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറെ ആൾക്കൂട്ടമൊക്കെ കാണുന്നുണ്ടല്ലോ. ജയം 100%. എന്താണ് ഈ ഒരു BJPക്ക് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ആളുകളുണ്ട്, അത് മാത്രം കൊണ്ട് ആണോ? അല്ല, കഴിഞ്ഞ 5 വർഷം ഈ നാട്ടിലൊന്നും നടന്നില്ല. നിലവിലിരിക്കുന്ന MLAയുടെ വലിയ സംഭാവനയാണ് എന്റെ ജനപിന്തുണ. ഞാനിവിടെ MLA ആയിരുന്ന ആളല്ലേ. ഞാനുമായിട്ട് ഇപ്പോഴത്തെ MLA താരതമ്യപ്പെടുത്തി. അപ്പൊ താരതമ്യപ്പെടുത്തിയപ്പോ സ്വാഭാവികമായി എനിക്ക് പ്ലസ് ആയി. അതാണ് സത്യം. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽക്ക് താങ്കൾക്ക് 2ാം സ്ഥാനം തരുന്നുണ്ട്. നന്ദി. അങ്ങനെ ഒത്തിരി മണ്ടത്തരം പറയുന്നു. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് താങ്കൾ 3-മോ 4-മോ എത്തുമെന്നാണ്. ആട്ടെ, അങ്ങനെ 1-മത് എത്താൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ മഠയന്മാരൊക്കെ എന്നാ ചെയ്യാൻ? അയാള് സ്ഥാനാർത്ഥിയാന്ന് പറയാൻ പോലെ നാണമാണ്. സഹകരണ ബാങ്കിൽ കാശ് മോട്ടിച്ചതിന് അയാൾ പ്രതിയായിട്ട് കേസെടുത്തു. അറിഞ്ഞു? കോടതി വിധിയാ ഇന്ന്. കോടതി അയാളുടെ പേര് കേസെടുക്കാൻ വേണ്ടി FIR ഇട്ടു. പിന്നെ ആരുടെ വർത്തമാനം പറയുന്നവൻ 3-4 പറയുന്നു. അയാള് ബാങ്കിൽ നിന്ന് പ്രസിഡന്റായിരുന്നു, കാശ് കട്ടെന്നും പറഞ്ഞ് കേസെടുത്തിരിക്കുകയാണ്. ഇന്ന് FIR എടുത്തു. പിന്നെ അവ സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുണ്ടാവും. വർത്തമാനം പറയുന്നു. ഇവിടെ ആരുമായിട്ടാ ശരിക്കും മത്സരം? അപ്പോ ഇവിടെ മത്സരം എനിക്കൊരു മത്സരവും ഇല്ല. ഒരു 20,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും. മത്സരമൊന്നുമില്ല. സുഖം. പാല എന്താ സംഭവിക്കുക? പാല അത് നല്ല മത്സരമാണ്. പക്ഷേ ഷോൺ ജയിക്കും. ഈ പഴയ ആളുകളെയൊക്കെ വീണ്ടും കാണുകയാണല്ലേ? വീണ്ടും ഇത് ഞാനിപ്പോ കോരുത്തോട് പഞ്ചായത്തിലാണ്. ഇവിടെ SC ST വിഭാഗങ്ങളും പിന്നോക്കക്കാരും 90%, 95% ഈ SC ST പിന്നോക്ക വിഭാഗങ്ങളുള്ള പഞ്ചായത്തുകൾ. ഇവിടെ ആയിരിക്കും വലിയ ഭൂരിപക്ഷമായിരിക്കും. ഈ BJPയുടെ പിന്തുണയിലേ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വർക്കിന് ഇറങ്ങുന്നത് ആദ്യമാണ്. എന്താ അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അത് അവർ 100% ആത്മാർത്ഥത. ഇത്രയും ആത്മാർത്ഥതയുള്ള RSSന്റെയും BMSന്റെയും BJPയുടെയും പ്രവർത്തകർ ഉറക്കം പോലും ഇല്ല. എന്നെ എടുത്തോണ്ട് കിടക്കുന്ന പാവങ്ങൾ. എനിക്ക് സങ്കടം തോന്നുന്നു അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ. ഇത്രയും ആത്മാർത്ഥത. എന്തുകൊണ്ടൊരു 10 കൊല്ലം മുമ്പ് BJP ചേർന്നില്ല എന്നതാണ് എന്റെ ദുഃഖം. സത്യം. വലിയ ആത്മവിശ്വാസം. BJP താമരയിൽ വോട്ട് തേടിക്കൊണ്ട് PC ജോർജ് തന്റെ പര്യടനം തുടരുകയാണ്. ഈ പലയിടത്തും ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ വലിയ ജനപിന്തുണ തനിക്ക് ഉണ്ടാകുമെന്ന് PC ജോർജ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും 3 മുന്നണി സ്ഥാനാർത്ഥികളെയും കൊണ്ട് 3 പേരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. ആരാണ് പൂഞ്ഞാറിന്റെ യഥാർത്ഥ വിന്നർ എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, News 18 പൂഞ്ഞാർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.